ടോക്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ PVQ സെഷൻ ആരംഭിക്കുകയാണ്. ഇന്ന് മുതൽ എല്ലാ ദിവസവും നമ്മുടെ PVQs ഒക്കെ ഉണ്ടാകും. അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ PVQയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇൻ മെമ്മോറിയം എന്ന ചിത്രം ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒന്നാമത്തെ ചോദ്യം, ഇൻ മെമ്മോറിയം എന്ന ചിത്രം ഏതു ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരു മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ കഴിയുന്ന ന്യൂനപക്ഷ ജനതയുടെ പ്രതിനിധികളെന്ന് കളിയാക്കി പറഞ്ഞ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാന്നറിയാമോ? ആ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ലോർഡ് ഡഫറിൻ ആണ് ഉദ്യോഗസ്ഥൻ. മൂന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതി അല്ലെങ്കിൽ കൃതികൾ അല്ലാത്തത് ഏതാണ്? ആത്മോപദേശ ശതകം, ആദിഭാഷ, പ്രാചീന മലയാളം, അഭിനവ കേരളം. ഇതിലേതാണ് ആൻസർ? 1ഉം 4ഉമാണ് ആൻസർ. അതായത് 1 ആത്മോപദേശ ശതകവും 4ാമത്തത് അഭിനവ കേരളവും. ഇനി അടുത്ത ചോദ്യം, പ്രശസ്ത ചരിത്രകാരൻ MGS നാരായണനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? പ്രശസ്ത ചരിത്രകാരൻ MGS നാരായണനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ. ഇതിലെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ ചെയർമാനായിട്ടുണ്ട്. 5ാമത്തെ ചോദ്യം, സാൻ മിൻ ച്യൂയി എന്നിവ എന്താണ്? ഓക്കെ, സാൻ മിൻ ച്യൂയി ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നിവയാണ് സാൻ മിൻ ച്യൂയി. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ ജലപാത 3ൻ്റെ ആകെ ദൈർഘ്യം എത്രയാണ്? 205 കിലോമീറ്ററാണ് ദേശീയ ജലപാത 3ൻ്റെ ആകെ ദൈർഘ്യം. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് ഏതാണ്? മഹേന്ദ്രഗിരിയാണ് പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇനി 8ാമത്തെ ചോദ്യം, എല്ലാ പ്രധാന സമുദ്രങ്ങളുടെയും ഉപരിതലത്തിൽ രൂപം കൊള്ളുന്നതും ഭ്രമണം ചെയ്യുന്നതുമായ സമുദ്രജല സംവിധാനങ്ങൾ, ഇവ വൃത്താകൃതിയിൽ സമുദ്രജല പ്രവാഹം രൂപം കൊള്ളാൻ കാരണമാകുന്നു. ഏതാണത്? ഗൈറുകളാണ് ഇത്തരത്തിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിലുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘം ഏതാണ്? തന്നിരിക്കുന്നവയിൽ ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘം ഏതാണ്? സിറസ് ആണ് തന്നിരിക്കുന്നവയിൽ ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘം. അടുത്ത ചോദ്യം, പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഇതിൽ ഉത്തരം ഒന്ന് മാത്രമാണ് ശരി, ബാക്കിയെല്ലാം തെറ്റായിട്ടുള്ള ഉത്തരങ്ങളാണ്. 4ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് 5% കൂടുതലാണ്. ഇനി അടുത്ത ചോദ്യം, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റേതാണ്? ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റ് ഏതാണ്? ഇതിൽ 1ഉം 3ഉമാണ് തെറ്റ്. അപ്പോൾ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥനാണ്. അതുപോലെ തന്നെ കാർഷിക ഉൽപാദനവും ഉൽപാദനക്ഷമതയും ഗണ്യമായി വർദ്ധിച്ചു. ഇവയാണ് ശരി. അടുത്ത ചോദ്യം ഡിലീഷനാണ്. ഇനി 14ാമത്തെ ചോദ്യം, നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം D ആണ്. 3ഉം 4ഉം. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. ഇത് കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നു. ഇനി അടുത്ത ചോദ്യം, താഴെ തന്ന പ്രസ്താവനകളിൽ തെറ്റേതാണ്? ഇതിൻ്റെ ഉത്തരം B ആണ്. 1ഉം 4ഉം. അടുത്ത ചോദ്യം, FPTPയുടെ പൂർണ്ണരൂപം എന്താണ്? FPTPയുടെ പൂർണ്ണരൂപം? ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് സിസ്റ്റം. ഓപ്ഷൻ B ആണ് ഉത്തരം.
അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ കറണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വ്യാപാരവും വാണിജ്യവും ആണ് ഉൾപ്പെടാത്തത്. അപ്പോൾ ബാക്കി മൂന്നും ഉൾപ്പെടുന്നവയാണ്. 18ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 338B ആണ് ആൻസർ. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ കാണിച്ചിട്ടുള്ളതൊക്കെ. അപ്പോൾ നെക്സ്റ്റ് ടൈം വേറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം.